ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ കയ്യിലൊക്കെ പഴയ ഗോൾഡ് കവറിങ് മാലകളോ അല്ലെ വളകളോ കൊലുസോ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ അതിനെ ഒന്നും കൂടെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ എങ്ങനെ നന്നായി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞാനെങ്ങനെയാണ് ഇതിനെ വീണ്ടും ഉപയോഗിക്കുന്നത്, കളറ് പോയ സാധനത്തിനെ നമുക്ക് വീണ്ടും എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പഴയ മാലയാണ്. ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പഴയത്, കളറ് പോയത്. ഞാനിവിടെ ഒരു പഴയ മാലയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് അഴുക്കൊക്കെ ആയതാണ്. അപ്പോൾ അതിനെ ഞാൻ നമ്മുടെ വീട്ടിൽ നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ഉപയോഗിച്ചത് കഴുകിയെടുക്കുന്നതിനായിട്ട്. അതിനായിട്ട് ഞാൻ കുറച്ച് വാളംപുളി, കുറച്ച് ഡിറ്റർജൻറ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ലേശം ടൂത്ത് പേസ്റ്റ്, ഇത്രയും മാത്രമാണ് എടുത്തിരിക്കുന്നത് വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ വീട്ടിലത്തെ അടുക്കളകളിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ചെറിയ പാത്രത്തിനകത്തോട്ട് ലേശം വെള്ളവും ഒഴിച്ച് അതിനകത്തോട്ട് ഈ ലേശം വാളംപുളിയെ നന്നായിട്ട് കൈ ഉപയോഗിച്ച് ഞെരടി എടുത്തിട്ട്, നന്നായിട്ട് തന്നെ ഞെരടി എടുക്കണം കേട്ടോ, എന്നാലേ അത് നന്നായിട്ട് അലിയത്തുള്ളൂ. എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഈ മാലയെ അതിനകത്തോട്ട് ഇടുക. ഇട്ട് നന്നായിട്ട് ആ പുളിവെള്ളവുമായിട്ട് കൈ ഉപയോഗിച്ച് തന്നെ പേസ്റ്റ് ഒന്നും നമ്മളിപ്പോൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പുളിവെള്ളത്തിനകത്തോട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് ഈ മാലയെ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അത് പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് ഒരു പഴയ ചരുവമോ അല്ലെങ്കിൽ ചീനിച്ചട്ടിയോ കടായിയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പഴയ ചീനിച്ചട്ടിയാണ്. അതിനകത്തോട്ട് ലേശം ഒരു സ്പൂണ് സോപ്പ് പൗഡർ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് സർഫാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സോപ്പ് പൊടി എടുക്കാം, നമ്മുടെ ഇഷ്ടമാണ്. അതിനകത്തോട്ട് ലേശം മഞ്ഞൾപ്പൊടി, ഒരുപാടൊന്നും വേണ്ട, കാരണം മഞ്ഞൾപ്പൊടി ലേശം ഇട്ടാൽ പോലും നല്ല കളറ് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പം നമുക്ക് ആവശ്യത്തിന് മാത്രം ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് സോപ്പ് പൊടിയും കൂടെ ചേർത്ത് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പഴയ ബ്രഷാണ്, ഞാനിവിടെ എടുത്തിരിക്കുന്ന പഴയത് തന്നെ, നിങ്ങൾക്കും പഴയത് തന്നെ എടുത്താൽ മതി. അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഈ പുളിവെള്ളത്തിൽ വെച്ചിരിക്കുന്ന മാലയെ ഒന്ന് അതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് ആ ബ്രഷ് ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അതിനെ നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ നോക്കണം. ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുമ്പോൾ നമുക്കതിൻ്റെ വേരിയേഷൻസ് എങ്ങനെയാണ് വ്യത്യാസമെന്ന് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനതിനെ ഒന്ന് തിളപ്പിച്ചിട്ട് എന്താവും നമുക്ക് നോക്കാം. ഇവിടെ നന്നായിട്ടത് തിളച്ചു. നമുക്കിനി അതിനെ എടുത്ത് കുറച്ച് പച്ചവെള്ളത്തിലോട്ട് മാറ്റാം. നമ്മളിവിടെ തിളപ്പിച്ചെടുത്ത മാലയെ ഇട്ട് വെക്കുന്നതിനായിട്ട് കുറച്ചൊരു പച്ചവെള്ളം, ഒരു സ്റ്റീൽ പാത്രത്തിൽ ഞാൻ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ആ വെള്ളത്തിനകത്തോട്ട് ഈ മാലയെ മാറ്റാൻ നോക്കി. കണ്ടില്ലേ, മാല നല്ല കളറായി. അപ്പോൾ നമുക്ക് നോക്കാം എത്രമാത്രം കളറുണ്ടെന്നൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാനതിനെ ഈ മാലയെ ആദ്യം വെള്ളത്തിനകത്തോട്ട് നമുക്ക് മാറ്റാൻ നോക്കാം. അപ്പോൾ ഞാൻ ഈ മാലയെ ചൂടുവെള്ളത്തിൽ നിന്നും, അതായത് പുളിവെള്ളം ഉപയോഗിച്ച് തിളപ്പിച്ചെടുത്ത ആ വെള്ളത്തിൽ നിന്നും മാലയെ ഞാൻ നല്ല തണുത്ത പച്ചവെള്ളത്തിനകത്തോട്ട് മാറ്റി. പൈപ്പിൽ നിന്നും പിടിച്ച വെള്ളമാണ്, ഫ്രിഡ്ജിലെ വെള്ളമൊന്നുമല്ല. അതിനുശേഷം അതിനകത്തോട്ട് കുറച്ച് സോപ്പ് പൊടി നമ്മളതിനകത്തോട്ട് ചേർക്കുക. അതിനുശേഷം പഴയ ഒരു ബ്രഷ് ഉപയോഗിച്ച്, ഏത് വേണമെങ്കിലും എടുക്കാം, ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ മാല ഈ രീതിയിലാണ്. അപ്പം നമ്മൾ വാഷ് ചെയ്യുന്നതിന് മുമ്പുള്ള മാല വളരെ വ്യത്യാസമുണ്ടായിരുന്നു, നന്നായിട്ട് അഴുക്കൊക്കെ പിടിച്ചതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ മാലയ്ക്ക് നല്ല വ്യത്യാസമുണ്ട്. നന്നായിട്ട് തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായി. ലാസ്റ്റിൽ നമുക്ക് ലേശം ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനായിട്ട് ഞാനിവിടെ കോൾഗേറ്റിൻ്റെ ടോട്ടൽ എന്നുള്ള ടൂത്ത് പേസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നീട് ആ മാലയിലോട്ട് ഈ പേസ്റ്റ് ഉപയോഗിച്ച് ഈ ബ്രഷും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. അത് തേച്ച് പിടിപ്പിക്കുമ്പോൾ മാല ഈ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് നമ്മുടെ ബ്രഷ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ എടുത്തതിന് ശേഷം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കഴുകി എടുത്തപ്പോൾ മാല ഇങ്ങനെയാണ് വന്നത്. നല്ല ഉണങ്ങിയ തുണി ഉപയോഗിച്ച് കഴുകിയ മാലയെ തുടച്ചെടുത്തപ്പോൾ ആ മാലയുടെ വ്യത്യാസം കണ്ടു. നല്ല പുതിയ മാല പോലെ തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലായി മാല, അല്ലേ? നിങ്ങൾക്കത് മനസ്സിലാവും.
അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, താങ്ക് യു.